10 വർഷത്തിലുമേതെ പഴക്കമുള്ള ഒരു ജാക്കി ഇങ്ങനെ പല പാർട്സുകളൊക്കെ ഊരിയൊക്കെ മാറ്റി മറ്റേ ജാക്കിലേക്ക് ഇട്ട് വർക്ക് ചെയ്യുന്നതിന്റെ പേരിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു ജാക്കി ആയിരുന്നു ഇത്. ഇതിന്റെ റീൽ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. വില കൂടിയ ജാക്കികളൊക്കെ ഏറ്റവും നന്നായിട്ട് സൂക്ഷിക്കണം എന്നൊരു രീതിയിലാണ് ചെയ്തത്. ഇതിപ്പോൾ നമ്മളത് റീഫാബ്രിക്കേഷൻ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ടെസ്റ്റ് ചെയ്യുന്ന ഇതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത്തരം ജാക്കികളുടെയൊക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊക്കെ മാർക്കറ്റിൽ വളരെയധികം കുറവിൽ പോകുന്നതായതുകൊണ്ട് ഇതിന്റെ സ്പെയർ ഒന്നും തന്നെ ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ കീപ്പ് ചെയ്യാറില്ല. നമ്മൾ ഇന്ത്യ മുഴുവൻ അന്വേഷിച്ചത് ഇതിന്റെ ഒരു ഇമ്പോർട്ടർ അടുത്ത് പോലും ഇതിന്റെ ഐറ്റംസ് ഒന്നും ഇല്ല. 3 മാസം കൊണ്ട് വരുത്തി തരാമെന്നാണ് പറഞ്ഞത്. പക്ഷെ ആശാൻ ഇതിന് കാശ് മുടക്കാൻ തയ്യാറുള്ളതുകൊണ്ടും പുള്ളിക്ക് ഇത് നന്നാക്കി എടുത്തേ പറ്റുമെന്ന് നിർബന്ധ ബുദ്ധി ഉള്ളത് കൊണ്ടും പുള്ളി അതിന്റെ മുകളിൽ പൈസ നോക്കാത്തത് കൊണ്ടും മാത്രമാണ് നമ്മൾ ഈ വർക്ക് പിടിച്ചത്. അതിനുശേഷം നമ്മളിത് ഇതിന്റെ കിട്ടാത്ത സ്പെയറുകൾ മുഴുവൻ നമ്മളത് സെറ്റ് ചെയ്ത് ലെയ്ത്തി കൊടുത്തുണ്ടാക്കുകയും അല്ലാത്ത രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് സാധനം ഓപ്പറേറ്റിംഗ് ആക്കി. ഇതൊക്കെ നമ്മുടെ ഇത് ഹാൻഡിൽ ലോക്കിംഗ് സിസ്റ്റമാണ്. നമ്മുടെ ജാക്കി ഫ്രണ്ട് ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഇത് നമ്മുടെ നാടൻ രീതിയിലൊക്കെ നമ്മളിത് അവരത് പൊട്ടി സൂക്ഷിക്കാതെ എല്ലാം നഷ്ടപ്പെട്ട് ഗ്രബ് സ്ക്രൂകളൊന്നും ശ്രദ്ധിക്കാതെ ഈ ഗ്രബ് സ്ക്രൂ ഒക്കെ അതിന്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ആ ഗ്രബ് സ്ക്രൂ ഒന്നും കിട്ടാത്തതിന്റെ മുകളിൽ നമ്മൾ സാധാരണ സ്ക്രൂ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോ റീഫാബ്രിക് ചെയ്ത് എല്ലാം ചെയ്ത് ഇത് കിട്ടാത്ത സാധനങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്ത് വെൽഡിംഗ് ഒക്കെ പൂർത്തിയാക്കിയ ശേഷം ഫർണിഷ് ചെയ്ത് ഡെലിവറി ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതില് ഇത്തരമൊരു ജാക്കി യൂസ് ചെയ്ത് ശീലമുള്ളവർക്ക് മാത്രമേ ഇതിന്റെ ഗുണങ്ങൾ മനസ്സിലാവുള്ളൂ. അത് ഇല്ലാണ്ടായി കഴിയുമ്പോഴാണ് ആൾക്കാർക്ക് അതിനെപ്പറ്റി ശ്രദ്ധിക്കുകയും അതിന്റെ വിഷമമൊക്കെ മനസ്സിലാവുള്ളൂ. ഉപയോഗിക്കാത്തവർക്ക് അതൊരു വിഷയമല്ല. ഇതേപോലെ ഇതിന്റെ ചെറിയ ലോക്കിംഗ്, ഇത് ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ എന്നാലും കമ്പനി ടെക്നീഷ്യന്മാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ടെക്നീഷ്യൻ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊന്നും ശ്രദ്ധിക്കാതെ നമ്മുടെ അന്നേരത്തെ മൂഡ് അനുസരിച്ചിട്ട് ഉപയോഗിക്കുകയും പിന്നീട് ഇപ്പൊ ഗ്രീസ് ചെയ്യാൻ വേണ്ടി സംവിധാനങ്ങൾ കൊടുത്തിട്ടുണ്ട് വീലിന്. അത് നമ്മൾ ചെയ്യുന്നില്ല. ആ തേയ്മാനം കൂടും, അലൈൻമെന്റ് പോകുന്ന പല പല പ്രോബ്ലംസ് ഇതിന് വന്നു ചേരും. അപ്പൊ ഇതിന്റെ ഈ ജാക്കിയുടെ ഏറ്റവും വലിയ ലോങ്ങുള്ള വണ്ടികൾ, അതേപോലെ വല്ലാതെ താന്നു കിടക്കുന്ന വണ്ടികൾക്കൊക്കെ നമുക്ക് സ്ട്രോക്ക് ലെങ്ത് കൂടുതൽ കിട്ടില്ല. ജാക്കി 3 ടൺ ജാക്കിക്ക് അകത്തേക്ക് കയറ്റി വെക്കുമ്പോൾ ഒരുപാട് പ്രാവശ്യം ചാമ്പേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്, പ്രത്യേകിച്ചും ട്രാവലർ വർക്ക്ഷോപ്പിൽ. പക്ഷെ ഇതിന് അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല. കാരണം ഇതിന്റെ ലിവർ ഓപ്പറേഷൻ മുഴുവൻ എത്ര നീളമുള്ള വണ്ടിയാണെങ്കിലും പുറത്ത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതേ വീലൊക്കെ അവർ കിട്ടാഞ്ഞിട്ട് മാറ്റിയേ കിട്ടുന്നുണ്ടായത്. ഇപ്പൊ വീല് നമ്മൾ മാറ്റി, പക്ഷെ ഇതിന്റെ അറ്റാച്ച്മെന്റ് സിസ്റ്റം ഒക്കെ അവർ മൊത്തം മാറ്റിയതുകൊണ്ട് അത് ഫുൾ ലെങ്ത് ഇടാൻ പറ്റാത്ത കോലത്തിൽ അവർ ചെയ്തു വെച്ചു. അതുപോലെ പെയിന്റ് അടിക്കുമ്പോൾ എപ്പോഴും പിസ്റ്റന്റെ ഭാഗത്ത് പമ്പിന്റെ ഭാഗത്തൊന്നും പെയിന്റ് പോകാത്ത നിങ്ങൾ സൂക്ഷിക്കണം. പെയിന്റ് അടിച്ചോ അത് കുഴപ്പമൊന്നുമില്ല, ജാക്കി വൃത്തിയായിട്ട്. ആസ് എ ടെക്നീഷ്യൻ നമ്മുടെ ടൂൾസ് പ്രിസർവിംഗ് കൾച്ചർ നമ്മുടെ സ്കിൽ ഗ്രോത്തിൽ വളരെയധികം പങ്കുവഹിക്കുന്നുണ്ട് കാര്യം നമ്മൾ വിസ്മരിക്കരുത്.